ഹലോ. അപ്പോൾ ഇതാ നേരം വൈകുന്നേരമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വൈകുന്നേരം ഉണ്ടാക്കാൻ പറ്റിയ സാധനമാണല്ലോ ഈ മധുരക്കിഴങ്ങ്. സിപ്പിട്ടൊക്കെ കുറച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് അതിനെ അവിച്ചിട്ട് ഒരു കട്ടൻ ചായയൊക്കെ ഇട്ട് കുടിക്കാം. അപ്പോൾ ഇതിന് ഫസ്റ്റ് നമുക്ക് ഇതിനെ വലിയ വലിയ പീസൊക്കെ ഉണ്ടല്ലോ, അതിന് നമുക്കൊന്ന് ചെറുതാക്കി എടുക്കാം. അപ്പോൾ ഇതിലുള്ളത് ഏറ്റവും വലിയൊരു പീസാണ് ഇത്. അപ്പോൾ ഇതിന് ഞാൻ വിചാരിച്ച് ഒന്ന് ചെറിയ പീസാക്കി ഇടാം. ഇല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു എന്താണ് കുഞ്ഞു പീസായിട്ടുള്ള മധുരക്കിഴങ്ങൊക്കെ വേകുകയും ചെയ്യും, ഇത് വേകാതെയും കിടക്കും. അപ്പം അതുകൊണ്ട് അതിനെ ഞാൻ ചെറിയ പീസാക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ സൈഡിലുള്ള മണ്ണൊക്കെ ചെത്തിക്കളയുന്നുണ്ട്. ഇത് ഓറഞ്ച് കളറിലുള്ള മധുരക്കിഴങ്ങാണ്. ഇപ്പോൾ എന്തോ 2-3 പ്രാവശ്യമായിട്ട് കിട്ടുന്നതും ഈ ഒരു ഓറഞ്ച് കളറാണ് കേട്ടോ. എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ ആ യെല്ലോക്കാലും ഇതിന് കുറച്ചുകൂടെ ടേസ്റ്റാണെന്ന്. അപ്പം ഇത് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് പെട്ടെന്നൊരു ഓർമ്മ, ഇത് വേവിക്കാനുള്ള വെള്ളവും കൂടെ അടുപ്പത്ത് വെച്ചാലേ നമ്മളിത് ക്ലീൻ ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മൾ വെള്ളം തിളയ്ക്കുമല്ലോ. അപ്പോൾ ഇത് പെട്ടെന്ന് അങ്ങ് വെന്ത് കിട്ടുകയും ചെയ്യും. വെറുതെ ഇതിന് സമയം വേസ്റ്റാക്കണം എന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഇതിനെയൊക്കെ ചെത്തിയെടുക്കുന്ന സമയം കൊണ്ട് നമ്മുടെ വെള്ളവും ചൂടാക്കും. പിന്നെ പണ്ടൊക്കെ നമ്മൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത്, ഞാനൊക്കെ പഠിച്ച സമയത്ത് സ്കൂളിൽ നടന്നാണ് കേട്ടോ പോകുന്നത്. അപ്പം ആ ബസ് ഉണ്ടെങ്കിലും അങ്ങനെ ബസ്സിൽ നിന്ന് പോകാറില്ല. ഒരു 20-25 മിനിറ്റൊക്കെ നടക്കേണ്ടി വരും സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക്. അങ്ങനെ നടന്ന് വരുമ്പോഴത്തേക്കും വിശന്ന് തളർന്നായിരിക്കും വരുന്നത്, അത് വേറെ കാര്യം. അങ്ങനെ വരുമ്പോഴത്തേക്കും മിക്ക ദിവസങ്ങളിൽ അമ്മ ഉണ്ടാക്കി വെക്കാറുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു സാധനം, നമ്മുടെ മധുരക്കിഴങ്ങും. അന്ന് മറ്റേ കാന്താരി മുളകാണ് ഇതിന് ഉണ്ടാക്കി വെക്കുന്ന കറിയായിട്ട്. അപ്പം അതും ഒരു കട്ടൻ ചായയോ തേയില എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കാറുണ്ട്. അപ്പോൾ ഇത് കട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് ആ ഒരു കാലമൊക്കെ ഓർമ്മ വന്നു കേട്ടോ. പിന്നെ ബാക്കിയുള്ള സാധനത്തിൻ്റെ നമുക്ക് അതിൻ്റെ ഒരു മൂടൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാൻ വിചാരിച്ചു. പിന്നെ ഇതിൽ 1-2 നോക്കിയപ്പോഴത്തേക്കും കേടായിട്ട് ഉള്ളതും കൂടെ ഉണ്ടായിരുന്നേ. അതിനെയൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളത് എല്ലാം ഏതാണ്ട് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഇത്രയും സാധനം വേസ്റ്റായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്നത്തെ എൻ്റെ വീഡിയോയുടെ ക്യാമറ വുമൺ നമ്മുടെ പൊന്നുവാണ്. അപ്പം അവളാണ് എൻ്റെ ചുറ്റും നിന്ന് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. അവൾ എന്തൊക്കെയോ പറഞ്ഞാണ് ചെയ്യുന്നത്. അപ്പം അവൾ പറയുന്നുണ്ട്, അമ്മയ്ക്ക് ഇതൊക്കെ എങ്ങനെ അറിയാം ഇങ്ങനെയൊക്കെ ചെയ്യണത്. അവൾക്കാണെങ്കിൽ ഭയങ്കര സംശയമാണ് കേട്ടോ, എല്ലാ കാര്യത്തിലും ഭയങ്കര ഡൗട്ടാണ്. അങ്ങനെ ഞാൻ എവിടെ പോയാലും എൻ്റെ കൂടെ നടക്കും കേട്ടോ. ഞാൻ അവളെ വാലേ എന്നാണ് വിളിക്കാറുള്ളത്. അങ്ങനെ എൻ്റെ കൂടെ നടക്കും. ഞാൻ അടുക്കളയിൽ പോവുകയാണെങ്കിൽ അടുക്കളയിൽ വരും, റൂമിൽ പോവുകയാണെങ്കിൽ റൂമിൽ പോകും. അങ്ങനെ മൊത്തം എൻ്റെ കൂടെയാണ്. ഇപ്പോൾ വെക്കേഷൻ കൂടെ ആയതുകൊണ്ട് വേറെ പടിയെന്ന് നമുക്ക് പറയാനും പറ്റില്ലല്ലോ. അപ്പോൾ അവൾക്കിതൊക്കെ കൂടെ നിന്നിട്ട് അവൾക്കും ഇതൊക്കെ ചെയ്യണമെന്നാണ് കേട്ടോ പറയുന്നത്. അപ്പം കൂടുതലും ഞാൻ ഈ കത്തി കൊണ്ടുള്ള പ്രയോഗത്തിനൊന്നും നിൽക്കാറില്ല. അപ്പം ഞാൻ ഇതിന് കഴുകാൻ വേണ്ടിയിട്ട് എടുത്തപ്പോഴത്തേക്കും അവൾ പറഞ്ഞു, അമ്മ ഞാൻ കഴുകി തരാമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, എടി നന്നായിട്ട് കഴുകണം, മണ്ണൊക്കെ ഉണ്ട്, അത് നമ്മൾ കഴിക്കുമ്പോൾ അല്ലെങ്കിൽ മണ്ണ് വയറ്റിനകത്ത് പോകുന്നു. അങ്ങനെ അവളെ എൻ്റെ നിന്ന് പിടിച്ച് വാങ്ങിച്ചിട്ട് അവൾ കഴുകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണേ. അങ്ങനെ നമ്മുടെ പൊന്നൂൻ്റെ കുഞ്ഞിക്കൈയാണ് ഈ കാണുന്നത് കേട്ടോ. അവൾ നന്നായിട്ട് എങ്ങനെയൊക്കെ കഴുകുന്നുണ്ട്. പക്ഷേ പുള്ളിക്കാരി നന്നായിട്ട് കഴുകി എടുത്തേട്ടോ. ഞാൻ വിചാരിച്ചു വെറുതെ കഴുകത്തേ ഉള്ളൂ എന്നങ്ങനെ കുറേ പ്രാവശ്യം എന്തൊക്കെയോ കാണിച്ച് കഴുകി എടുക്കുന്നുണ്ട്. ഇപ്പോൾ അവൾക്കാണെങ്കിൽ ഇങ്ങനത്തെ ജോലിയൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്നെ ഹെൽപ്പ് ചെയ്യാനൊക്കെ വരാറുണ്ട്, എന്തെങ്കിലുമൊക്കെ ചെയ്ത് തരണമെന്നൊക്കെ പറഞ്ഞിട്ട് വരാറുണ്ട്. മുമ്പൊക്കെ ആണെങ്കിൽ അവളിങ്ങനെ വരാറേ ഇല്ല കേട്ടോ. പറഞ്ഞാൽ ഭയങ്കര മടിയൊക്കെയാണ്. അവളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും അവൾ ചെയ്യാറില്ല കേട്ടോ. തൂക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കും ഭയങ്കര മടിയാണ്. പക്ഷേ ഇപ്പം അങ്ങനെയില്ല കേട്ടോ. ഇപ്പം പുള്ളിക്കാരി നന്നായിട്ട് ചെയ്യണ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്യാറുണ്ട്. പിന്നെ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇൻട്രസ്റ്റൊക്കെ കാണിക്കുന്നുണ്ട്. ഇപ്പം കുഴപ്പമില്ല. ആദ്യമൊക്കെ ഞാൻ പേടിച്ച് കേട്ടോ, ഭയങ്കര മടിച്ചായി മാറുമെന്നൊക്കെ പേടിച്ച്. പക്ഷേ ഇല്ല കേട്ടോ, അവൾ പ്രായമായി വരുന്തോറും അവളുടെ ആ ഒരു വയസ്സിൻ്റെ ജോലിയൊക്കെ ഇപ്പോൾ അവൾ ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ കുക്കിങ്ങിനോട് ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക്. പണ്ടത്തെ വീഡിയോസൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, ഈ ഇളക്കാനും കട്ട് ചെയ്യാൻ അങ്ങനെയൊക്കെ കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ അവളെ നിന്ന് വാങ്ങിച്ചിട്ട് മതി, ഇനി നീ ചെയ്താൽ ശരിയായില്ല എന്ന് പറഞ്ഞ് അവളെ നിന്ന് വാങ്ങിച്ചിട്ട് ശരിക്കും മീനെ തോടിലൊക്കെ നന്നായിട്ട് മണ്ണിരിക്കും. ആ മണ്ണൊക്കെ നന്നായിട്ട് കഴുകി കളഞ്ഞില്ലെങ്കിൽ ഇനി അതിന് കഴിച്ചിട്ട് എന്തെങ്കിലും അസുഖം ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ തന്നെ വാങ്ങിച്ച് കഴുകി എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വെള്ളം ഇവിടെ തിളച്ചു. അങ്ങനെ തിളച്ച് കൊണ്ടിരിക്കുന്ന വെള്ളത്തിലോട്ട് ഞാനിത് ഇടാൻ വേണ്ടി പോയപ്പോഴത്തേക്കും അവിടെയും അവൾ വന്നു കേട്ടോ. ഞാൻ ചെയ്തു തരാമേ, ഞാൻ ഇട്ട് തരാമ എന്നൊക്കെ പറഞ്ഞിട്ട് അതിനും അവൾ ഓടി വന്നു. പിന്നെ പണ്ടൊക്കെ ആണെങ്കിൽ അവൾക്കിത് ചെയ്യാൻ ഭയങ്കര പേടിയായിരുന്നു. കാരണം ഈ ചൂടുവെള്ളത്തിലോട്ടാണല്ലോ നമ്മൾ ഇതിടുന്നത്. അപ്പം ഇതിടുന്ന സമയത്ത് എന്തായാലും സ്വാഭാവികമായിട്ടും വെള്ളം പുറത്തോട്ട് തെറിക്കും, കയ്യിൽ വീഴും, അത് പേടിയായിരുന്നു. ഇപ്പം അങ്ങനത്തെ പേടിയൊന്നും കാണിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഓരോന്നിട്ട് ഞാൻ പറഞ്ഞു നമുക്ക് ഫുൾ തട്ടാം എന്ന് പറഞ്ഞിട്ട് അവിടെ കേൾക്കില്ല, എങ്ങനെ ഇടാം, എനിക്കിപ്പോൾ ഇടാൻ പറ്റുന്നുണ്ടല്ലോ എന്നൊക്കെ. ആ ഒരു സന്തോഷമാണ് അവളുടെ മുഖത്ത് ശരിക്കും ഉള്ളത്. ഇനി നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് അടച്ച് വെച്ച് അങ്ങ് വേവിക്കാം.
പിന്നെ ഈ കാണുന്ന സ്നേഹപ്രകടനമൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണാറുള്ളതാണ് കേട്ടോ. ഇങ്ങനെ ഇടയ്ക്ക് വന്ന് എന്നെ കെട്ടിപ്പിടിക്കുകയും ഉമ്മൻ തരികയൊക്കെ ഇടയ്ക്കിടയ്ക്ക് സോപ്പിംഗ് പോലെയൊക്കെ അവൾ ചെയ്യാറുണ്ട്. ഇന്നിപ്പോൾ എന്താണെന്ന് അറിയില്ല കേട്ടോ, ചുമ്മാ ഇടയ്ക്ക് വന്ന് കെട്ടിപ്പിടുത്തമൊക്കെ നടത്തി. അങ്ങനെ നമ്മുടെ മധുരക്കിഴങ്ങ് എന്തായി നോക്കാൻ വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്തപ്പോഴത്തേക്കും നമ്മുടെ കുഞ്ഞു കുഞ്ഞു പീസാക്കി കട്ട് ചെയ്തിട്ടില്ലേ, അതൊക്കെ വെന്തിട്ടുണ്ട്. മറ്റൊന്നും വെന്തിട്ടുമില്ല. അതാണ് അവസ്ഥ. അപ്പം ഞാൻ വിചാരിച്ചു ആ വെന്തതൊക്കെ ജസ്റ്റ് എടുത്ത് മാറ്റി വേറൊരു പാത്രത്തിലോട്ട് ഫസ്റ്റ് എടുത്ത് മാറ്റി വയ്ക്കാം. ചിലപ്പോൾ അതിൽ കിടന്നാലേ വെന്ത് കലങ്ങിപ്പോയാൽ പിന്നെ ഒന്നിനും കൊള്ളത്തില്ലല്ലോ. അങ്ങനെ കണ്ടു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കണ്ടപ്പോൾ തന്നെ. ഭയങ്കര യെല്ലോ, ഇപ്പോൾ ഇത് ആ ഓറഞ്ച് മാറിയിട്ട് ഭയങ്കര യെല്ലോ പോലെ ആയിട്ടുണ്ടല്ലേ. എന്നാലും നമ്മൾ സാധാരണ കിട്ടുന്ന ആ ഒരു കളറല്ല, വേറൊരു ശരിക്കും ഇത് കണ്ടപ്പോഴത്തേക്ക് നമ്മുടെ മാങ്ങയൊക്കെ ചെത്തി വെക്കുമല്ലോ, അതുപോലെ എനിക്ക് തോന്നി കേട്ടോ. അങ്ങനെ നമ്മുടെ കുഞ്ഞു കുഞ്ഞു പീസായിട്ടുള്ള സാധനങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. ഇതൊക്കെ തന്നെ ഓൾമോസ്റ്റ് ഇപ്പോഴേ വെന്ത് കലങ്ങാറായി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നോക്കിയതുകൊണ്ട് ഞാൻ വിചാരിക്കുകയും ചെയ്തു, ഇപ്പം നോക്കിക്കൊണ്ട് രക്ഷപ്പെട്ടില്ലെങ്കിൽ ഇതൊന്നും കിട്ടാറേയില്ലെന്ന്. പിന്നെ ഉണ്ടല്ലോ നമ്മുടെ പൊന്നുവാണെങ്കിൽ ഇതൊന്നും കഴിക്കാറേയില്ല കേട്ടോ. അവൾക്ക് ഈ മധുരക്കിഴങ്ങ്, കപ്പ, ചക്ക ഇതൊന്നും കഴിക്കാറില്ല. പിന്നെ ഞാൻ ഇടയ്ക്കൊരു വീഡിയോയിൽ കണ്ടായിരുന്നു നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ വെച്ചിട്ടുള്ളൊരു സ്മൂത്തി ഉണ്ടാക്കുന്നത്. വെറുതെ ഇതുപോലെ പുഴുങ്ങിയിട്ട് കുറച്ച് പാലും കൂടെ ഒഴിച്ച് ജസ്റ്റ് വെറുതെ ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കുന്നത് ഭയങ്കര ടേസ്റ്റ് എന്നൊക്കെയാണ് പറയാറുള്ളത് കേട്ടോ. ഇനി അടുത്ത പ്രാവശ്യം എന്തായാലും ഉണ്ടാക്കുമ്പം ഇത് വാങ്ങുമ്പോൾ എനിക്കൊന്ന് ഉണ്ടാക്കി നോക്കണമെന്നുണ്ട്. ഇന്ന് പിന്നെ ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു, പാലൊന്നും അധികം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് പിന്നെ ഇന്ന് ഞാൻ ഉണ്ടാക്കിയില്ല. അങ്ങനെ നമ്മുടെ കുഞ്ഞ് പീസൊക്കെ ഇതാ ഇവിടെ ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട്. ഇതിപ്പോൾ കട്ട് ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. മറ്റുള്ളതൊന്നും വെന്തിട്ടുണ്ടായിരുന്നില്ല, ഇത് മാത്രം വെന്തിട്ടും ഉണ്ട്. അപ്പം ബാക്കിയുള്ള സാധനമൊക്കെ അവിടെ കിടക്കട്ടെ, കുറച്ചുകൂടെ വേഗം ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇത് മാത്രം എടുത്തിട്ട് ബാക്കിയുള്ളതും കൂടെ അങ്ങ് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട്. ഇത് കണ്ടപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞില്ല നമ്മുടെ മാങ്ങ പോലെ ഇരിപ്പുണ്ടെന്ന്. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്നൊന്ന് കഴിച്ച് നോക്കണമെന്ന് ഭയങ്കര ആഗ്രഹം കേട്ടോ. ശരിക്കും എനിക്ക് കഴിച്ചോളാൻ വയ്യാന്നിരിക്കുമല്ലോ, ആ ഒരു അവസ്ഥയായിരുന്നു. അങ്ങനെ ചെറിയ ഒരു പീസ് എടുത്ത് കഴിക്കുന്നുണ്ട്. നല്ല ചൂടായിരുന്നു, കാരണം ചൂടോടുവാണല്ലോ കോരി വെച്ചത്. എന്നാലും എനിക്ക് ആ ചൂടോടെ കൂടി ഞാൻ കഴിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് തന്നെ ചിരി വരുന്നുണ്ട്. അങ്ങനെ കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, അധികം ഉപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ബാക്കിയുള്ള സാധനമൊക്കെ വെന്തിട്ടുണ്ടേ. അങ്ങനെ നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ ഇവിടെ റെഡിയായി. ഇനി നമുക്ക് അതിനൊരു തൊട്ട് കൂട്ടാൻ എന്തെങ്കിലും വേണ്ടേ. അപ്പോൾ ഇന്ന് ഞാൻ പച്ചമുളകൊന്നും, സാധാരണ ഇവിടെ മുളക് അരക്കുകയാണ് ചെയ്യുന്നത്, പച്ചമുളകും ഉള്ളിയും കൂടെ. ഇന്ന് എനിക്ക് എന്തോ ഇതിൻ്റെ കൂടെ കുരുമുളക് വെച്ച് കഴിക്കണമെന്നൊരാഗ്രഹം കേട്ടോ. അങ്ങനെ നമ്മൾ കുരുമുളകും ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് കുറച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കുരുമുളക് പൊടിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇന്നത്തെ വൈകുന്നേരത്തെ ചായക്കുള്ള ഒരു കടി എന്ന് പറയുന്നത് നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റയും കുരുമുളകാണ്. ഇപ്പോൾ ഇത്രയൊന്നും ഇവിടെ വേണ്ട കേട്ടോ, ആരും കഴിക്കില്ല. പൊന്നു കഴിക്കില്ലല്ലോ ഇവിടെ, പിന്നെ എനിക്കും ഹസ്ബൻഡിനും മാത്രം, ഇത്രയും ഞങ്ങൾക്ക് രണ്ടുപേരും കഴിക്കില്ല. അങ്ങനെ കുറച്ച് നമുക്ക് അപ്പുറത്തെ വീട്ടിലും കൂടി കൊടുക്കണം, ബാക്കി നമുക്കും കഴിക്കണം. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം.